തമിഴ്നാട് കള്ളാക്കുറിച്ചിയിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ 38 പേർ മരിച്ചുവെന്ന ദാരുണമായ വാർത്തയാണ് നമ്മുടെ മുന്നിൽ ഇന്നത്തെ വാർത്താപ്പകലിൽ വന്നു നിൽക്കുന്നത്. 104 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 14 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഉടൻ കള്ളാക്കുറിച്ചിയിലെത്തും. കള്ളാക്കുറിച്ചിയിലേക്ക് റിപ്പോർട്ടർ വാർത്താ സംഘവും എത്തിക്കഴിഞ്ഞു. ഇക്ബാൽ അറക്കൽ അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകും. ഇക്ബാൽ അറക്കൽ, നാടിൽ നടുക്കിയ വലിയ ദുരന്തമായി മാറുകയാണ്. മുഖ്യമന്ത്രിയും സംഘവുമൊക്കെ എപ്പോഴേക്കാണ് അവിടേക്ക് എത്തുക? അവിടെ എത്തുമ്പോൾ ഈ വിഷമദ്യ ദുരന്തത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, കല്ലാക്കുറിച്ചി എന്ന് പറയുന്ന നാട് മുഴുവൻ ഈ വ്യാജ മദ്യം കഴിച്ചുകൊണ്ടായ ഈ ദുരന്തത്തിൽ വിറങ്ങിരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയാൻ വാക്കുകളില്ലാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഈ കല്ലാക്കുറിച്ചിയിലുള്ള കരുണാപുരം എന്ന് പറയുന്ന കോളനിയിലാണ്. ഈ കോളനിയിൽ മാത്രം ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടുള്ളത് 26 ജീവനുകളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവരുടെ ബന്ധുക്കൾ ഈ ഒരു സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ളത് കന്ദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹമാണ്. കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് കുടുംബം നോക്കിയിരുന്നത്. 2 ആൺമക്കളുണ്ട്. അവരെല്ലാം നല്ല സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത്. 19-ാം തീയതി വൈകിട്ടോടുകൂടി ഈ മദ്യം ഇതിൽ ഈ മെത്തനോൾ ഉണ്ട് എന്നറിയാതെയാണ് ഇവരെല്ലാം വാങ്ങി കഴിച്ചത് എന്നും കഴിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞത്. അങ്ങനെ കഴിക്കാൻ വേണ്ടി വാങ്ങിയത്, പക്ഷെ അതിൽ മെത്തനോൾ അടങ്ങിയിരുന്നു എന്ന കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു. ഇതിനുശേഷം രാത്രിയോടുകൂടി ഇവർക്ക് പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയായിരുന്നു. ചില ആളുകൾക്ക് വയറുവേദന, ചില ആളുകൾക്ക് തലകറക്കം, ചില ആളുകൾക്ക് കണ്ണെരിച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെട്ടത്. രാത്രിയോടുകൂടി തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ ഓരോ ആളുകളും മരിച്ചു വീഴുന്ന കാഴ്ചയാണ് ഈ കള്ളുകുറിച്ചിയിലെ ആശുപത്രിയിൽ ഉണ്ടായത്. ഇതിന് ശേഷം കൂടുതൽ ആളുകൾക്ക് ഇത് ബാധിക്കപ്പെട്ടപ്പോഴാണ് ഇത് ഈ വ്യാജ മദ്യം കഴിച്ചാണ്, അല്ലെങ്കിൽ മെഥനോൾ അടങ്ങിയിട്ടുള്ള ഈ മദ്യം കഴിച്ചാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത് എന്ന് തന്നെ മനസ്സിലാക്കാൻ അധികൃതർക്കും ഇവരുടെ ബന്ധുക്കൾക്കും സാധിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുള്ള ഈ കന്ദരുടെ സഹോദരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്നാ ആയിട്ട് அவன் பேர் கந்தன். என்ன ஆயிடுச்சுன்னா குடிச்சிட்டு வந்தான், வேலைக்கு போயிட்டு வந்தான், உடம்பு வலிக்குதுன்னு குடிச்சிட்டு வந்தான். அது இல்லை என்ன கலந்துருக்குதோ தெரியல. ஆனால் எங்கே குடித்தானோ எங்கே வெளியில் குடித்தானோ அது எங்கே கொடுத்தாங்கன்னு தெரியல. ஆனால் வாந்தி வர மாதிரி இருந்துச்சா, வாந்தியும் வரல, ஒன்றுமே செய்யலை. உடனே ஆஸ்பத்திரிக்கு தூக்கிட்டு போனாங்க. அதுமாரி ஆயிடுச்சு. அவங்க வேறு ஒன்றுமே பண்ண முடியாது, எதுவுமே சொல்லவே முடியாது, என்னன்னு தெரியல, சொல்கிறதுக்கும் வழி இல்லை. ஆனால் இது எங்கே வச்சு எங்கே இப்படி விற்றாங்க, கலப்படம் பண்ணாங்க, அது தெரியல எங்கன்னு. டெய்லியும் வேலைக்கு கூலி வேலைக்கு போகிறான். எப்போ மட்டும் உடம்பு வலிச்சா அது குடிப்பான். ஆனால் நேற்று குடிச்சது எங்கன்னு தெரியல. அது இதுமாரி இருக்கிறதெல்லாம் வேலைக்கு தான் போகுங்களா? கூலி வேலைக்கு போகணும். ஆமாம், கூலி வேலைக்கு தான் போகிறோம். வேறு எந்த வேலையும் ரெகுலரான வேலையெல்லாம் கிடையாது. அன்னன்னைக்கு வேலை கிடைச்சா போவாங்க, ഇല്ലാറ്റിനാ ഇല്ല, വീട്ടിൽ தான் இருப்பாங்க, വേலை இல்லை. സുജിയ, ഞാനിപ്പോൾ ഉള്ള ഈ കരുണാപുരം കോളനിയുടെ അവസ്ഥ ഒരു ഒറ്റ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ഇപ്പോൾ ആ ഒരു ദൃശ്യം കാണിക്കും. ഞാനിപ്പോൾ ഈ കരുണാപുരം കോളനിയുടെ എൻട്രൻസിലേക്ക് കയറിയപ്പോൾ കണ്ടതാണ് ഈ കന്ദരുടെ മൃതദേഹം.